ചൈനയിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്തകൾ ഏറെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ചൈനയുടെ വടക്കൻ മേഖലയിൽ ഒരു വൈറസ് HMPV എന്ന് പേരിട്ടിരിക്കുന്ന ഒരു വൈറസ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് വരുന്നത്. ചൈനയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ചില മാധ്യമങ്ങൾ ഇത് അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. ചൈന എന്ന് പറയുന്ന രാജ്യമായതുകൊണ്ട് ഇത് എത്രത്തോളം സത്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ചൈനയിൽ നിന്നും പുറത്ത് ഔദ്യോഗികമായിട്ട് വാർത്തകളൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും ചൈനയിലെ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിലൂടെയാണ് ലോകരാജ്യങ്ങൾ ഇത്തരത്തിലൊരു സാഹചര്യം മനസ്സിലാക്കിയത്. കൊറോണയ്ക്ക് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. കൊറോണ എങ്ങനെയാണോ വന്നത്, അതിനെ എങ്ങനെയാണോ ചൈന മറച്ചു വെച്ചത്, എങ്ങനെയാണോ ഇത് പ്രശ്നമല്ലാത്തൊരു വൈറസ് ആണെന്ന് പറഞ്ഞത്, സമാനമായ രീതിയിലാണ് HMPVയെയും ചൈന പ്രതിരോധിക്കാനായി ശ്രമിക്കുന്നത് എന്നാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വടക്കൻ ചൈനയിൽ ഇത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അതാണ്. ചൈനയിലെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തകരും രോഗികളും ആശുപത്രികളിൽ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തുടർന്ന് ഏഷ്യയിലടക്കം കർശനമായിട്ടുള്ള നിരീക്ഷണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. തിരക്കേറിയ ആശുപത്രികൾ ഇപ്പോൾ ജപ്പാനിലടക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പോരാത്തതിന് യൂറോപ്പിലേക്ക് ഈ വൈറസ് പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നു. അമേരിക്കയിലും കാനഡയിലും ഇതിനോടകം തന്നെ ഈ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്ന് പറയുന്നു. നമ്മുടെ രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ നിലവിൽ ജാഗ്രത മാത്രം മതി. ഈ വൈറസ് അത്ര അപകടകാരിയല്ല എന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും കൊറോണയും ഇത്തരത്തിലാണ് വന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് എന്നുള്ളത് വേറൊരു കാര്യം. ഈ ചൈനയുടെ ആരോഗ്യ അധികാരികൾ പറയുന്നതനുസരിച്ച് ഈ വൈറസ് രാജ്യത്തുടനീളം ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനീസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ആണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുട്ടികളിലാണ് ഇത് കൂടുതൽ പടർന്നു പിടിക്കുന്നത്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ളൊരു അസുഖമാണ്. പോരാത്തതിന് സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകളെല്ലാം ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തെയാണ് അവിടെ പറയുന്നത്. പോരാത്തതിന് WHO ഈ ഘട്ടത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുമല്ല. കൊറോണ സമയത്തും ചൈനയെ അങ്ങേയറ്റം രീതിയിൽ പ്രതിരോധിക്കുന്ന നിലപാടാണ് WHO എടുത്തത് എന്ന് നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടതാണ്. ചൈനയിൽ പടർന്നു പിടിക്കുന്നത് ഫ്ലൂ ആണെന്നാണ് ചൈന പറയുന്നത്, അല്ലാതെ ഒരു വൈറസ് അല്ല എന്ന് പറയുന്നു. ശ്വാസകോശ സംബന്ധമായ വൈറസിനെ കുറിച്ച് ഏഷ്യയിലെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. എന്തായിരുന്നാലും ദക്ഷിണാഫ്രിക്കൻ ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ SABC ന്യൂസ് അവർ പറയുന്നത് ജപ്പാനിലെ ആരോഗ്യ അധികാരികൾ ഈ പ്രശ്നം സജീവമായി നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ജപ്പാനിലാണ് നിലവിൽ ഈ വൈറസ് അതിഭീകരമായി പടർന്നു പിടിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഇൻഫ്ലുവൻസ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. രാജ്യവ്യാപകമായി ആയിരക്കണക്കിന് കേസുകളാണ് ജപ്പാനിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജപ്പാന്റെ പ്രാദേശിക മാധ്യമങ്ങൾ ഇത് പറയുന്നു. ജപ്പാൻ ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷന്റെ കണക്കനുസരിച്ച് 5000 ആശുപത്രികളാണ് ജപ്പാനിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത്. ഡിസംബർ 15 വരെ ഒരാഴ്ചയ്ക്കുള്ളിൽ 94,259 ഫ്ലൂ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നിലവിലെ സീസണിൽ ജപ്പാനിൽ മൊത്തം കേസുകളുടെ എണ്ണം ഇപ്പോൾ 7,18,000 ഉയർന്നു എന്നാണ് ജപ്പാനിലെ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ പറയുന്നത്. 20 വർഷം മുമ്പ് കണ്ടെത്തിയ ഒരു വൈറസാണ് ഇത്. ഇതിന് ഇതുവരെ വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വൈറസിന്റെ വ്യാപനം പരിമിതപ്പെടുത്താൻ പൊതുജനങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലും ഗർഭിണികളും കുട്ടികളും അടക്കം മാസ്ക് ധരിക്കണം എന്ന് ആരോഗ്യ മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ന്യൂമോവിരിയുടെ മെറ്റാന്യൂമോ വൈറസ് ജൻസിൽപ്പെട്ട ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഒരു പൊതിഞ്ഞ ഒറ്റധാര നെഗറ്റീവ് സെൻസസ് RNA വൈറസ് ആണ് എന്നാണ് ഇപ്പോൾ വിദഗ്ധരൊക്കെ ഈ വൈറസിനെ കുറിച്ച് പറയുന്നത്. വലിയ രീതിയിൽ ഈ വൈറസ് പല ഭാഗങ്ങളിലും പടർന്നു പിടിക്കുന്നു. യൂറോപ്പിലേക്ക് അടക്കം പടർന്നു പിടിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുന്നു. ജപ്പാനിലും ഹോങ്കോങ്ങിലും അമേരിക്കയിലും കാനഡയിലും ഈ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഈ വൈറസിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. കേരളത്തിലടക്കം ഈ വൈറസ് വന്നതിനെ തുടർന്ന്, വൈറസിന്റെ വാർത്ത വന്നതിനെ തുടർന്ന് സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും കുട്ടികളും മാസ്ക് ധരിക്കാനുള്ള വാർത്തയും പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇന്ത്യയിൽ ഈ വൈറസിനെ കുറിച്ച് ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് നമ്മുടെ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.